SIT നടത്തിയ ഏറ്റവും വലിയൊരു മണ്ടത്തരമായിരുന്നോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. തന്ത്രിയെ മനഃപൂർവ്വം പെടുത്തിയതാണെന്നാണ് പ്രതിപക്ഷം നിരന്തരമായി ആരോപിക്കുന്നത്. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാരിൽ ചേർന്ന് നിൽക്കുന്ന ചില ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും അനഭിമിതനായി തന്ത്രി മാറിയപ്പോൾ തന്ത്രിയെ അകത്തിടുക എന്നതല്ലാതെ മറ്റൊന്നും തന്നെ അവർക്ക് മുന്നിൽ ഉണ്ടായിരുന്നില്ല. ആ ഒരു ഗൂഢലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് തന്ത്രിയെ പെടുത്തിയതെന്നാണ് തന്ത്രി അടക്കം കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. തന്നോടുള്ള വൈരാഗ്യം അത് യുവതീ പ്രവേശന വിധിക്ക് തൊട്ടു പിന്നാലെ യുവതികളെ ശബരിമലയിൽ സന്നിധാനത്ത് കയറ്റാൻ പ്രവേശിപ്പിക്കാൻ ശ്രമിച്ച അന്നു മുതൽ തുടങ്ങിയതാണെന്ന് തന്ത്രി തുറന്നു പറയുന്നു. എന്തായിരുന്നാലും തിരിച്ചടിയായി മാറി എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് തന്ത്രിക്ക് ജാമ്യം കിട്ടിയതിനെ തുടർന്ന് കേരള രാഷ്ട്രീയത്തിലുണ്ടായിരിക്കുന്ന പുകില് ചെറുതൊന്നും തന്നെയല്ല. വാക്പോരിനപ്പുറത്തേക്ക് അത് നിയമ പോരാട്ടത്തിലേക്കും കടക്കുന്നു. SIT തന്നെ നേരിട്ട് തന്ത്രിക്കെതിരെ രംഗത്തെത്തുന്ന സാഹചര്യം. എന്നാൽ ഈ സാഹചര്യത്തിൽ തന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉയർത്തിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. കടകംപള്ളിക്കെതിരെ അടക്കം പലവിധ വിഷയങ്ങൾ വന്നു, വിമർശനങ്ങൾ വന്നു, അറസ്റ്റ് അടക്കമുണ്ടാകുമെന്ന് ചില വാർത്തകൾ പ്രചരിച്ചിരുന്നു. ആ ഘട്ടത്തിലാണ് U-ടേൺ എന്ന പോലെ വിഷയം കറങ്ങി തന്ത്രിയിലേക്ക് എത്തിയത്. എന്നാലിപ്പോൾ തന്ത്രിയെ ഏറെ ഗുരുതരമായി വിമർശിച്ചുകൊണ്ട് സംസ്ഥാന സെക്രട്ടറി എത്തിയപ്പോൾ സർക്കാരിനെതിരെ പ്രതിരോധവുമായി കോൺഗ്രസും രംഗത്ത് വരുന്നുണ്ട്. കീഴ്ക്കോടതി വിധിയിലെ പരാമർശങ്ങൾ നീക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. കാരണം അത് തിരഞ്ഞെടുപ്പ് കാലത്ത് തിരിച്ചടിയാകുമെന്നുള്ള സർക്കാരിന്റെ ബോധ്യം തന്നെയാണ്. തന്ത്രി കണ്ഠരര് രാജീവർക്ക് ജാമ്യം നൽകിയ ഉത്തരവിനെതിരെ പ്രത്യേക അന്വേഷണ സംഘം അങ്ങനെ ഹൈക്കോടതിയിലേക്ക് എത്തുന്നു. ഉത്തരവിലെ പരാമർശങ്ങൾ വസ്തുതകൾ മനസ്സിലാക്കാതെയാണെന്നാണ് ആക്ഷേപം. തന്ത്രിക്കെതിരെ നിരവധി തെളിവുകളുണ്ടെന്നും ജാമ്യ ഹർജിയിൽ ഈ തെളിവുകൾ പൂർണ്ണമായും കോടതിയിൽ ഹാജരാക്കിയിട്ടില്ലെന്നുമാണ് SIT പറയുന്നത്. നേരത്തെ തന്നെ ഒരു ആക്ഷേപം ഉയർന്നിരുന്നു. തന്ത്രിക്കെതിരെ തെളിവുകളൊന്നും തന്നെ ഇല്ലാതെയാണോ ഇത്രയും ദിവസം പിടിച്ചകത്തിട്ടത്? 40-ലധികം ദിവസം തന്ത്രിയെ അപ്പോൾ മനഃപൂർവ്വം പെടുത്തിയതാണോ? സർക്കാർ പകപോക്കിയതാണോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പ്രതിപക്ഷം ഉയർത്തിയിരുന്നു. കീഴ്ക്കോടതി ഉത്തരവ് കേസിന് എന്തായിരുന്നാലും തിരിച്ചടി ഉണ്ടാകും. ഉത്തരവിലെ പരാമർശങ്ങൾ പൂർണ്ണമായും നീക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് SIT. തന്ത്രിയുടെ ജാമ്യത്തിനെതിരായിട്ടുള്ള അപ്പീലിൽ സർക്കാർ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ലെന്ന് നിയമമന്ത്രി P. രാജീവും പറയുന്നുണ്ട്. കൊല്ലം വിജിലൻസ് കോടതിയാണ് തന്ത്രിക്ക് ജാമ്യം കൊടുത്തത്. കട്ടളപ്പാളി കേസിലും ദ്വാരപാലക ശില്പ കേസിലും സമർപ്പിച്ച ജാമ്യാപേക്ഷയിലാണ് വിധി. തന്ത്രിക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ ബന്ധമുണ്ടെന്ന് പ്രത്യേക അന്വേഷണ സംഘം തന്നെ വാദിച്ചു. എന്നാൽ തന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ തൊഴിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ, ദേവന്റെ അനുജ്ഞ മാത്രമേ നൽകിയിട്ടുള്ളൂ എന്ന് ദേവസ്വം ബോർഡിലെ മറ്റ് ആരോപണ വിധേയർക്കെതിരെ ചുമത്തിയ കുറ്റമൊന്നും തന്നെ തന്ത്രിക്കെതിരെ ഇല്ല എന്ന് കൂടിയാണ് പ്രതിഭാഗം വാദിച്ചത്. തന്ത്രി അങ്ങനെ സ്വർണം കൊള്ള നടത്താനോ അതിൽ നിന്നും പണം കൈപ്പറ്റാനോ ഒന്നും തന്നെ ശ്രമം നടത്തിയിട്ടില്ല. ദേവസ്വം ബോർഡ് പറഞ്ഞത് അനുസരിക്കുക മാത്രമാണ് തന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഇതടക്കം പരിഗണിച്ചായിരുന്നു ജാമ്യം നൽകിയതും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഒരു തെളിവുമില്ലാതെ SIT തന്ത്രിയെ അറസ്റ്റ് ചെയ്തെന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല അടക്കം ആരോപിച്ചത്. തന്ത്രിയുടെ അറസ്റ്റ് എന്ന് പറയുന്നത് അത് സംശയാസ്പദമാണ്. കേസിനെ വഴിതിരിച്ചു വിടാനും യഥാർത്ഥ കള്ളന്മാരെയും കൊള്ളക്കാരെയും രക്ഷിക്കാൻ വേണ്ടിയുള്ളതുമാണെന്ന് ആരോപിക്കുന്നു. SIT പ്രവർത്തിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരമാണെന്നാണ് രമേശ് ചെന്നിത്തലയുടെ ആരോപണം. എന്നാൽ ഇതിനിടയിലാണ് തന്ത്രി കണ്ഠരര് രാജീവർ പെരുങ്കള്ളന്മാരുടെ പട്ടികയിലാണെന്നും സ്വർണ്ണക്കൊള്ളയിൽ കോൺഗ്രസ് നേതാക്കൾക്ക് കൂടി നേരിട്ട് പങ്കുണ്ടെന്നും MV ഗോവിന്ദൻ തന്നെ ആരോപിക്കുന്നത്. കേസിലെ മറ്റൊരു പ്രതിയായിട്ടുള്ള പോറ്റിയെ നിയമിച്ചത് AICC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാലാണെന്ന് തെളിഞ്ഞതോടെ കോൺഗ്രസ് മൗനത്തിലാണെന്നാണ് MV ഗോവിന്ദന്റെ പരിഹാസം. പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിക്കുന്നത്. അന്വേഷണം പൂർത്തിയാകുന്നതോടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്നും കണ്ണൂരിൽ വെച്ച് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി. CPM-നും സർക്കാരിനുമെതിരായി വരുമ്പോൾ എല്ലാം വാർത്തയാകുന്നു. BJP-ക്കും കോൺഗ്രസിനുമെതിരെ വന്നാൽ അത് വാർത്തയല്ല. കോൺഗ്രസുകാർക്കും ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ട്. പോറ്റിയെ കയറ്റിയത് വേണുഗോപാലാണപ്പ എന്ന് കണ്ടെത്തിയതോടെ കോൺഗ്രസിന് മിണ്ടാട്ടമില്ലെന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. ED വന്നപ്പോൾ തന്ത്രിയുടെ അടുത്ത് മാത്രം പോയില്ല. ശബരിമലയിലെ ഒരു തരി സ്വർണം പോലും നഷ്ടപ്പെടാൻ പാടില്ല, ആരെയും ഇക്കാര്യത്തിൽ സംരക്ഷിക്കില്ല എന്നും പറയുന്നു. ഞങ്ങളുടെ നിലപാട് എല്ലാവരെയും പിടിക്കണമെന്ന് തന്നെയാണ് എന്ന കാര്യവും MV ഗോവിന്ദൻ എടുത്തു കാട്ടുന്നു. എന്നാൽ ഞങ്ങൾ സംരക്ഷിക്കാനുണ്ടെന്ന് നാണം കെട്ട രീതിയിൽ പറയുകയാണ് UDF-ഉം BJP-യും. യുവതീ പ്രവേശനത്തെ എതിർത്തതാണ് തന്ത്രിയുടെ അറസ്റ്റിന് പിന്നിലെന്ന പരാമർശത്തോട് തന്ത്രി എല്ലാം പെരുങ്കള്ളന്മാരുടെ പട്ടികയിൽപ്പെട്ടിരിക്കുകയല്ലേ എന്നായിരുന്നു MV ഗോവിന്ദൻ കൊടുത്ത മറുപടി. സർക്കാരിന്റെ വീഴ്ചകൾ മറയ്ക്കാനാണ് തന്ത്രിയെ കരുവാക്കിയെന്നാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചത്.
കടകംപള്ളി സുരേന്ദ്രനിലേക്കും ദേവസ്വം മന്ത്രി VN വാസവനിലേക്കും അന്വേഷണം നീളാതിരിക്കാനാണ് തന്ത്രിയെ 41 ദിവസം ജയിലിലടച്ചതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. തെളിവുകളില്ലാതെ തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് സംശയാസ്പദമാണെന്നും CPMന്റെ രാഷ്ട്രീയ പകപോക്കലാണ് ഇതിലൂടെ സംഭവിച്ചിരിക്കുന്നതെന്നുമാണ് കോൺഗ്രസ് നിലപാടെടുത്തത്. അങ്ങനെ നിയമ പോരാട്ടം ഏറ്റവും ഒടുവിൽ ഹൈക്കോടതിയിലേക്ക് അടക്കം എത്തുകയാണ്. വിഷയത്തിൽ സർക്കാരിനെ പ്രതിരോധിച്ചുകൊണ്ട് തന്നെയാണ് നിയമമന്ത്രി രംഗത്ത് വന്നത്. തന്ത്രി ജാമ്യം നൽകിയ ഉത്തരവ് ഒരു സുപ്രീം കോടതി വിധി പോലെ അസാധാരണമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. എന്നാൽ ജാമ്യത്തിനെതിരായ അപ്പീലിൽ സർക്കാർ പ്രത്യേകം അഭിപ്രായം പറയേണ്ടതില്ലെന്നും അത് അന്വേഷണ സംഘത്തിന്റെ ചുമതലയാണെന്നുമാണ് അദ്ദേഹം പറഞ്ഞൊഴിഞ്ഞിരിക്കുന്നത്. ഇക്കാര്യത്തിൽ സർക്കാരിന് വേണ്ടി ഇനി പോരാട്ടം നടത്താനായി SIT മുൻപന്തിയിൽ ഉണ്ടാകുമെന്ന സൂചനയും നൽകി കഴിഞ്ഞിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.